BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. PSC നിയമനങ്ങൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ ലോക് ഭവനും ഗവർണറും ഇടപെട്ടേക്കും. കേരള PSCയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് നിരവധി പരാതികളാണ് ഗവർണർക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും വിശ്വാസ്യതയുള്ള പൊതു നിയമന സംവിധാനം പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിച്ച് ഇടതുപക്ഷ സഹയാത്രികരെയും അനുഭാവികളെയും പ്രവർത്തകരെയും തിരികെ കയറ്റിയെന്നുമുള്ള ആരോപണമാണ് പ്രധാനമായും PSCക്കെതിരെ ഉയർന്നിട്ടുള്ളത്. ഇതിനിടെ PSC മൂല്യനിർണ്ണയത്തിൽ പിഴവ് വന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് വിഭാഗം, പ്ലാനിംഗ് കോർഡിനേഷൻ വിഭാഗം എന്നീ ചീഫുമാരുടെ നിയമനത്തിനായി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് PSC റദ്ദാക്കി. മൂല്യനിർണ്ണയത്തിൽ 10 ചോദ്യങ്ങൾ പരിശോധിക്കാതെയാണ് മാർക്കിട്ടതും റാങ്ക് പട്ടിക തയ്യാറാക്കിയതുമെന്ന് വ്യക്തമായി. ഉത്തരക്കടലാസിനും മാർക്കിനുമായി ഉദ്യോഗാർത്ഥികൾ അപേക്ഷ നൽകിയിട്ടും ഇത് നൽകാതെ PSC മുഖം തിരിക്കുകയായിരുന്നു. ഇതിനിടെ ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു. മറ്റു ചിലർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പരാതി നൽകുകയും ട്രിബ്യൂണൽ ഉത്തരക്കടലാസ് തിരികെ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോഴാണ് ഇക്കാര്യത്തിൽ തീരുമാനം മാറ്റാൻ PSC തയ്യാറായത്. 100 മാർക്കിൽ 58 മാർക്കിന്റെ 10 ചോദ്യങ്ങളാണ് മൂല്യനിർണ്ണയം നടത്താതെ വിട്ടത്. 42 മാർക്കിൽ മാത്രം റാങ്ക് പട്ടിക തയ്യാറാക്കിയ ഈ തസ്തിക സംസ്ഥാന സർക്കാർ സർവീസിലെ ഏറ്റവും ഉയർന്ന ഗസറ്റഡ് ഉദ്യോഗ തസ്തികയാണ്. 1,25,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടതുപക്ഷ യൂണിയന്റെ പ്രമുഖനായ നേതാവായിരുന്നു. അദ്ദേഹത്തിനും മറ്റൊരാളിനും അഡ്വൈസ് മെമ്മോ നൽകുകയും ചെയ്തു കഴിഞ്ഞു. 228 പേരാണ് ഇതിന്റെ എഴുത്തു പരീക്ഷയിൽ പങ്കെടുത്തത്. റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് മെമ്മോ കൊടുത്തത് പോലും ട്രിബ്യൂണൽ തീരുമാനം അനുസരിച്ചായിരിക്കും ഇനി തുടർ നടപടികൾ എന്ന് PSC വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇത് സംബന്ധിച്ച കൂടുതൽ ആരോപണങ്ങളും വിവാദങ്ങളും ഉയരുകയാണ്. കഴിഞ്ഞ 5 വർഷവും PSC നിയമനത്തിൽ ഇത്തരം ക്രമക്കേട് നടന്നു എന്നാണ് ഉയരുന്ന ആരോപണം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഗസറ്റഡ് തസ്തികയായ KAS, PRDയിലെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, DYSP തുടങ്ങിയ റാങ്ക് പട്ടികകൾക്കെതിരെയും ആരോപണം വന്നിട്ടുണ്ട്. ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ PSC അംഗങ്ങളും ഒരു വിഭാഗം ഇടതുപക്ഷക്കാരായ ഉദ്യോഗസ്ഥരും PSCയിലെ സംഘടനാ നേതാക്കളും റാങ്ക് പട്ടികകളിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണമാണ് ഗവർണർക്ക് മുന്നിലും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിന് മുന്നിലും എത്തിയിട്ടുള്ളത്. KAS അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ റാങ്ക് പട്ടികകളിൽ കൂട്ടത്തോടെ ഇടതുമുന്നണി പ്രവർത്തകർ എത്തിയതും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിൽ കൂട്ടത്തോടെ SFI നേതാക്കൾ എത്തിയതുമാണ് ഏറ്റവും വലിയ വിവാദമായിട്ടുള്ളത്. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിൽ 44 പേരെ നിയമിച്ചതിൽ 38 പേരും കുഫോസിൽ നിന്നുള്ള SFI പ്രവർത്തകരോ നേതാക്കളോ ആണ്. ജൂൺ 18 നടന്ന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയിലും ഗുരുതരമായ ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഉണ്ട്. 100 ചോദ്യങ്ങളിൽ 54 ചോദ്യങ്ങൾക്കും തുടർച്ചയായി ശരിയുത്തരം B വന്നത് ആസൂത്രിതമായ അട്ടിമറിയാണെന്നും ഇത് ചോദ്യകർത്താക്കളും PSCയിലെ ഉന്നതരും ചേർന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ചോർത്തി കൊടുത്തിട്ടുണ്ടാകും എന്നും ആരോപണം ഉയരുന്നു. PSC ചെയർമാനും അംഗങ്ങളും ഇത്തരം നിയമനങ്ങളിൽ കോഴ വാങ്ങിയതായ ആരോപണവും ഉദ്യോഗാർത്ഥികൾ ഗവർണർക്കും സംസ്ഥാന സർക്കാരിനും പരാതിയായി സമർപ്പിച്ചിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് റിസർച്ച് ഓഫീസർ നിയമനത്തിൽ വിദഗ്ധ അംഗങ്ങളായി എത്തിയവർ കുഫോസിൽ നിന്നുള്ളവരായിരുന്നുവെന്നും അവിടെ നിന്ന് ഉള്ളവർ തന്നെയാണ് ചോദ്യം തയ്യാറാക്കിയതെന്നും ആരോപണമുണ്ട്. ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, സർവകലാശാലകളിലെ PRO തുടങ്ങിയ തസ്തികകളിലും ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. പരാതികൾ സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലും ഉയർന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടു. PSC ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും വിജിലൻസിനും അഴിമതി നിരോധന ബ്യൂറോയ്ക്കും പരാതികൾ അന്വേഷിക്കാൻ അധികാരമുണ്ട്. സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് മാത്രം. സർക്കാരിനും വിജിലൻസിനും ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ സർക്കാരിന് ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതേ ഉള്ളൂ. ഇതിനിടെ PSC തന്നെ ഈ സംഭവത്തിൽ ക്രമക്കേട് നടന്നുവെന്ന് സമ്മതിക്കുകയും ആഭ്യന്തര അന്വേഷണത്തിന് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. PSCയിൽ തന്നെ ആഭ്യന്തര വിജിലൻസ് സംഘം ഉണ്ടെങ്കിലും അവരെ കൊണ്ട് അന്വേഷിപ്പിക്കാനെടുത്ത തീരുമാനം ചെയർമാൻ MR ബൈജു അട്ടിമറിക്കുകയായിരുന്നു എന്ന ആരോപണം ഉണ്ട്.
തീരുമാനം മാറ്റി ചെയർമാൻ പരീക്ഷാ കൺട്രോളറെ അന്വേഷണത്തിന് നിയോഗിക്കുകയായിരുന്നു. ചെയർമാനും അംഗങ്ങളും അടക്കമുള്ളവർക്കെതിരെ ഉണ്ടായ ആരോപണം കീഴുദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് ചട്ടലംഘനമാണെന്നും അനുകൂലമായ അന്വേഷണ റിപ്പോർട്ട് എഴുതി വാങ്ങി പരാതി ഇല്ലാതാക്കാനാണ് ശ്രമമെന്നുമാണ് ആരോപണം. സംസ്ഥാന പോലീസിന്റെ വിജിലൻസ് വിഭാഗത്തിന് പരാതികൾ വിടണമെന്ന് PSC അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അതിന് ചെയർമാൻ വഴങ്ങിയില്ല എന്നാണ് അറിയുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം പല പ്രധാന ഇന്റർവ്യൂകളിൽ നിന്നും PSC അംഗങ്ങൾ വിട്ടുനിന്ന സംഭവവും പുറത്തു വന്നിട്ടുണ്ട്. PSC ചെയർമാനെയും അംഗങ്ങളെയും പുറത്താക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നൽകുന്ന പ്രസിഡൻഷ്യൽ റഫറൻസിൽ കൂടി മാത്രമേ കഴിയുകയുള്ളൂ. അതേസമയം നിയമനാധികാരി എന്ന നിലയിൽ ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെട്ട് നിർദ്ദേശം നൽകാൻ കഴിയും. ഇത്രയധികം പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ നിയമനങ്ങൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണമോ വിജിലൻസ് അന്വേഷണമോ നടത്താൻ ഗവർണർ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന. സംസ്ഥാന സർക്കാർ ഗവർണറുടെ ശുപാർശ മറികടന്നാൽ മാത്രമേ രാഷ്ട്രപതിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അയക്കുകയും നടപടികൾ കൈക്കൊള്ളുകയും അഭിമുഖത്തിന്റെ മാർക്ക് എഴുത്തുപരീക്ഷയുടെ 80% മാറ്റുകയും അഭിമുഖത്തിന് 20 മാർക്ക് മാത്രമാക്കി കുറയ്ക്കുകയും ചെയ്തത് നേരത്തെ ഈ തരത്തിലുള്ള ക്രമക്കേടുകൾ ഉയർന്നപ്പോഴാണ്. തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിനിടയിൽ PSCയിൽ നടന്ന രാഷ്ട്രീയവൽക്കരണമാണ് ഇത്രയും വലിയ അഴിമതിക്ക് വഴിവെച്ചതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. PSC പരീക്ഷയും റാങ്ക് പട്ടികകളും പൂർണ്ണമായും സുതാര്യമാകുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.